ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുലൻഡ് ഫാമ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒക്ടോബർ 2024 നടന്ന ബയോ കെമിസ്ട്രി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഇതുപോലെ ബിഫാം റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ ബയോ കെമിസ്ട്രീൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഇതാണ് നമ്മുടെ ബയോ കെമിസ്ട്രി സിലബസ്. 5 യൂണിറ്റ്സിലായിട്ട് നമുക്ക് ബയോ കെമിസ്ട്രിയിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുവരെ ടിൽ നൗ നമുക്ക് 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ സിലബസിൻ്റെ കൂടെയുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും. സോ ടോട്ടൽ 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതുപോലെ സിലബസ് വൈസുള്ള വെയിറ്റേജ് കൂടെ നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ കോമൺലി ഓരോ യൂണിറ്റിനും എക്സാമിന് ഏകദേശം ഈ ഒരു വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഇതേപോലെ ആണെന്നില്ല, പക്ഷേ മോസ്റ്റ് പ്രോബബിളി അല്ലെങ്കിൽ കോമൺലി ഈ ഒരു വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ജനുവരി 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ യൂണിറ്റ് 1 നമുക്ക് 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3 27 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 4 25 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 5 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ യൂണിറ്റ് 3 4 ടോട്ടൽ 52 മാർക്കിന്, അതായത് 75 മാർക്കിൻ്റെ എക്സാമിൽ 52 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ഒരു 2 യൂണിറ്റ്സിനാണ്. അതേപോലെ ഓഗസ്റ്റ് 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും യൂണിറ്റ് 1 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2 വെറും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ ഒരു ഫങ്ഷൻസ് ഓഫ് ആറിനെ അത് നമുക്ക് യൂണിറ്റ് 2 കൂട്ടിക്കഴിഞ്ഞാലും അതിലും യൂണിറ്റ് 2 അത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുപോലെ യൂണിറ്റ് 3 ടോട്ടൽ 21 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 4 26 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 5 19 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. സോ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യൂണിറ്റ് 3 യൂണിറ്റ് 4 കമ്പൈൻഡ് ആയിട്ട് ഏകദേശം ഒരു 50 മാർക്കിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ തവണ ഇതേപോലെ ആവണമെന്നല്ല, പക്ഷേ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബയോ കെമിസ്ട്രിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒക്ടോബർ 2024 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ആ ഒരു ലാസ്റ്റത്തെ 3 യൂണിറ്റ്സിന് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസും അതുപോലെ യൂണിറ്റ് 1 2 അത്യാവശ്യം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ എല്ലാ യൂണിറ്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ഇതിലും അത്യാവശ്യം എല്ലാ യൂണിറ്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ അതിന് മുന്നേ നടന്ന ഏപ്രിൽ 2024 സപ്ലിമെൻ്ററി എക്സാമിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാ യൂണിറ്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെയും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇൻ കേസ് യൂണിറ്റ് 3 4 ആയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഓവറോളായിട്ട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സിലബസ് ഫുള്ളി കവർ ചെയ്യുക. പിന്നെ കറൻ്റ്ലി നിങ്ങൾക്ക് 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. സോ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ നിങ്ങൾ സിലബസ് ഫുള്ളി കവർ ചെയ്യണം, എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും വേണം. പിന്നെ പറയാനുള്ളത്, പാത്ത് വേസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തായാലും ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ്, പ്രൊഡക്ട്സ് അതിൻ്റെ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ പാത്ത് വേസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു പാത്ത് വേയും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് മാത്രമായിട്ട് എഴുതാതെ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഈ പാത്ത് വേ എന്താണ്, അതെവിടെയാണ് നടക്കുന്നത്, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ കൊടുക്കുക. ദെൻ അതിന് ശേഷം പാത്ത് വേൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ദെൻ അതിൻ്റെ ആ ഒരു ഓരോ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഓരോ റിയാക്ഷൻ, അതിൽ വരുന്ന എൻസൈംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റെപ്പ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. പിന്നെ അതിൻ്റെ എനർജറ്റിക്സ് എഴുതുക, അതുപോലെ സിഗ്നിഫിക്കൻസ് എഴുതുക. ദെൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് മെൻഷൻ ചെയ്ത് പോവാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 2024, അതായത് കഴിഞ്ഞ ബയോ കെമിസ്ട്രി റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാം, അതിന് ഇടയിൽ ഒരു സപ്ലിമെൻ്ററി എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നടന്ന
റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂണിറ്റ് വൈസ് ഒന്ന് അനലൈസ് ചെയ്യാം. മാർക്ക് വൈസ് നോക്കുമ്പോൾ യൂണിറ്റ് 1 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 2 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3 17 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4 16 മാർക്ക്. യൂണിറ്റ് 5 18 മാർക്ക്. അപ്പോൾ ലാസ്റ്റ് 3 യൂണിറ്റിന് ഏകദേശം ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. മാത്രമല്ല എല്ലാ യൂണിറ്റ്സിനെയും സിലബസ് വൈസുള്ള ഒരു വെയിറ്റേജിനനുസരിച്ചിട്ട് പരിഗണിച്ചിട്ടുമുണ്ട്. SC ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് 3 യൂണിറ്റ് 4 ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യം വരുന്നത് SC ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഗ്ലൈക്കോലൈസിസ് വിത്ത് ഇറ്റ്സ് എനർജറ്റിക്സ്. അപ്പോൾ ഇവിടെ ഗ്ലൈക്കോലൈസിസിനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് പാത്വേനെ കുറിച്ച് എഴുതാനുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണത്. പിന്നെ അതിൻ്റെ എനർജറ്റിക്സ് പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. സോ എനർജറ്റിക്സ് കുറച്ച് കാര്യമായിട്ട് ആൻസർ ചെയ്യണം. ദെൻ ഗ്ലൈക്കോലൈസിസ് ഓവറാളായിട്ടും ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു പാത്വേസിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ചെയ്യുമ്പോൾ മിനിമം 4 സൈഡെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഗ്ലൈക്കോലൈസിസ്, ദെൻ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ്, എന്താണ് ഗ്ലൈക്കോലൈസിസ്, ആ ഒരു ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഇത് എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, 3 ഫേസസിലാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് അല്ലേ, അപ്പോൾ അത് എഴുതുക. പിന്നെ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ഓരോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് ഇങ്ങനെ ഈ ഒരു ഫേസസിനനുസരിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ഈ ഓരോ റിയാക്ഷൻ അവിടെ എന്താണ് നടക്കുന്നത്, ഏത് എൻസൈംസ് ആണ് ഇൻവോൾവ് ആവുന്നത്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ റിയാക്ഷൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് ഷോർട്ടായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ ഗ്ലൈക്കോലൈസിസിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുക. അനൈറോബിക് ആണെങ്കിലുള്ള കണ്ടീഷൻ എഴുതുക. പൈറുവേറ്റിൻ്റെ ഫേറ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എയറോബിക് ആണെങ്കിൽ TCA സൈക്കിളിലോട്ട് പോകും. അനൈറോബിക് ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഫേറ്റ് വരുന്നത്. ഡയഗ്രാം ഇവിടെ നെയിം മാത്രം വെച്ചിട്ടുള്ള ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് സ്റ്റെപ്പ് വൈസ് നിങ്ങൾക്ക് സ്ട്രക്ചർ വെച്ചിട്ടുള്ള റിയാക്ഷൻ എഴുതി പോവാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആദ്യം തന്നെ സ്ട്രക്ചർ വൈസ് ഉള്ള ഒരു ഡയഗ്രാം വരയ്ക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഡയഗ്രാം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, നെയിം വെച്ചിട്ടുള്ള ഡയഗ്രാം എങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഈ പാത്വേ നിങ്ങൾക്ക് ഗ്ലൈക്കോലൈസിസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കും. പക്ഷെ വേറെ പാത്വേസൊക്കെ നിങ്ങൾക്ക് ഫുള്ളി അറിയില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നെയിം വെച്ചിട്ടെങ്കിലും ആ ഒരു പാത്വേ കംപ്ലീറ്റ് ആക്കി എഴുതാൻ വേണ്ടി നോക്കുക. അപ്പോൾ എക്സാമിൻ്റെ ടൈമിന് സ്ട്രക്ചേഴ്സിലൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നെയിം വെച്ചിട്ടെങ്കിലും പാത്വേ കംപ്ലീറ്റ് ആക്കുക. അറിയാവുന്ന സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുക, വരയ്ക്കുക. പിന്നീട് എക്സാമിൻ്റെ ഒരു ടൈമിൽ പിന്നെ ഓർമ്മ വരികയാണെങ്കിൽ തിരിച്ച് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ആ സ്ട്രക്ചേഴ്സ് വരയ്ക്കാം. ഇനി ഇൻ കേസ് അങ്ങനെ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു നെയിം വെച്ചിട്ട് പാത്വേ കംപ്ലീറ്റ് ആക്കി വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എനർജറ്റിക്സ് എഴുതാം. അപ്പോൾ ഗ്ലൈക്കോലൈസിസിൻ്റെ എനർജറ്റിക്സ് പ്രത്യേകം ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഒരു 1 സൈഡെങ്കിലും അതിൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ എനർജറ്റിക്സ് എഴുതുമ്പോൾ ആദ്യം ഏതൊക്കെ സ്റ്റെപ്സിലാണ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റെപ്സിലാണ് എനർജി ജനറേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതുക. ദെൻ അതിൻ്റെ ടേബിൾ വരയ്ക്കുക. ടേബിൾ വരയ്ക്കുമ്പോൾ എയ്റോബിക്കിന് വരക്കണം, എനൈറോബിക്കിന് വരക്കണം. ദെൻ നെറ്റ് ATP എത്ര കിട്ടിയെന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓവറാൾ റിയാക്ഷൻ അവിടെ എഴുതിയാലും മതി. അപ്പോൾ അത് ഈ ഓവറാൾ റിയാക്ഷൻ എഴുതുക. പിന്നെ ഏതൊക്കെ സ്റ്റെപ്സിലാണ് എനർജി അല്ലെങ്കിൽ ATP യൂട്ടിലൈസ് ചെയ്യുന്നത്, ഈ സ്റ്റെപ്പ് വരയ്ക്കുക. അതേപോലെ എനർജി ജനറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് വരയ്ക്കുക. ദെൻ ടേബിൾ വരയ്ക്കുക. നെറ്റ് ATP എത്രയാണെന്ന് മെൻഷൻ ചെയ്യുക, എയറോബിക്കിൻ്റെ അനൈറോബിക്കിൻ്റെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ബീറ്റ ഓക്സിഡേഷൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് പാൽമിറ്റിക് ആസിഡ് അലോങ് വിത്ത് ഇറ്റ്സ് എനർജറ്റിക്സ്. അപ്പോൾ ഡിഫൈൻ ബീറ്റ ഓക്സിഡേഷൻ അപ്പോൾ 1 മാർക്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആൻസർ ചെയ്യുമ്പോൾ 4 സൈഡെങ്കിലും ആൻസർ ചെയ്യുക. ഈ 4 സൈഡ് എന്നുള്ളത് 5 സൈഡാവാം, 6 സൈഡാവാം, മാക്സിമം ഒരു 6 സൈഡൊക്കെ എഴുതിയാൽ മതി. അപ്പം ഇതും ഒരു പാത്വേ ആണ്. അപ്പോൾ പാത്വേൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നേരത്തെ ഒരു ഫോർമാറ്റ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഡെഫിനിഷൻ എന്താണ് ബീറ്റ ഓക്സിഡേഷൻ, അത് നമ്മൾ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്ക് ലെവലിൽ ബീറ്റ ഓക്സിഡേഷന് ആ ഒരു ഡെഫിനിഷൻ എഴുതുക. പിന്നെ നമുക്കതിൻ്റെ സൈറ്റ് അതേപോലെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് കൺസൈസ് ആയിട്ട് മെൻഷൻ ചെയ്യാം, എവിടെ നടക്കുന്നത്, ദെൻ ബീറ്റ ഓക്സിഡേഷൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, അത് ജസ്റ്റ് കൺസൈസ് ചെയ്ത് എഴുതുക. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ്
3 സ്റ്റേജസിലായിട്ടാണ് ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്, പിന്നെ മൈറ്റോകോൺഡ്രിയയിലോട്ടുള്ള ആ ഒരു ട്രാൻസ്പോർട്ട്, കാർണിത്തിൻ ഷട്ടിൽ, അതിൻ്റെ ഡയഗ്രാം, ദെൻ സ്റ്റെപ്സ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ. അപ്പോൾ അതിൻ്റെ ഓവറാൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും വേണം, ദെൻ അതിൻ്റെ ഡയഗ്രാമും കൊടുക്കണം. ഓക്കെ. പിന്നെ ഓവറാൾ റിയാക്ഷൻ, പാൽമിറ്റിക് ആസിഡിൻ്റെയാണ് നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഓവറാൾ റിയാക്ഷൻ എഴുതുക. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റെപ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. കൂടുതൽ എന്ത് ചെയ്യുക, അവിടെ നടക്കുന്ന ആ ഒരു സ്റ്റെപ്സും അതിൻ്റെ ഡയഗ്രാംസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ഇതെല്ലാം എഴുതിയതിന് ശേഷം നമുക്ക് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് പാൽമിറ്റിക് ആസിഡിൻ്റെ എനർജറ്റിക്സ് എഴുതാം. അപ്പോൾ എനർജറ്റിക്സ് എഴുതുമ്പോൾ ആദ്യം ഓവറാൾ റിയാക്ഷൻ കൊടുക്കുക. ദെൻ എത്ര FADH ഉണ്ടാവുന്നുണ്ട്, എത്ര NADH ഉണ്ടാവുന്നുണ്ട്, എത്ര അസറ്റൈൽ കോയ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പാൽമിറ്റിക് ആസിഡ് ഒരു 16 കാർബൺ ഫാറ്റി ആസിഡാണ്. അപ്പോൾ ഇതേപോലെയുള്ള 7 സൈക്കിൾ അവിടെ നടക്കണം അല്ലേ. അപ്പോൾ 7 FADH ഉണ്ടാവുന്നുണ്ട്, 7 NADH ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ടോട്ടൽ 8 അസറ്റൈൽ കോയാണ് ഉണ്ടാവുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു എനർജറ്റിക്സിൻ്റെ കാൽക്കുലേഷൻ ടേബിളും കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. തേർഡ് ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ വിത്ത് എക്സാമ്പിൾസ്. യൂണിറ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മിനിമം 2 സൈഡെങ്കിലും ആൻസർ ചെയ്യുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്താണ് എൻസൈം ഇൻഹിബിഷൻ, അങ്ങനെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷോർട്ടായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ എഴുതുക, കാരണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ എന്നാണ്. അപ്പോൾ എൻസൈം ഇൻഹിബിഷന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: റിവേഴ്സിബിൾ ഇൻഹിബിഷൻ, ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആൻഡ് അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ. അത് തന്നെ റിവേഴ്സിബിൾ ഇൻഹിബിഷനെ മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ അതിൽ ഓരോന്ന് എന്താണെന്ന് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക. അതേപോലെ ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്താണ്, അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ എന്താണ്, എല്ലാത്തിൻ്റെയും 1-2 എക്സാമ്പിൾസ് എങ്കിലും എഴുതണം, കാരണം എക്സാമ്പിൾസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു 2 എക്സാമ്പിൾസ് എന്തായാലും എഴുതിക്കോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. അപ്പോൾ ഫ്രീ എനർജിയും എൻതാൽപ്പിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബയോ എനർജറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ചെയ്യുമ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യം എന്ത് ചെയ്യുക, ഫ്രീ എനർജി എന്താണ്, എൻതാൽപ്പി എന്താണ്, എൻട്രോപ്പി എന്താണെന്നൊന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് എഴുതുക. പിന്നെ ആ ഒരു ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾസൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരു ഓവറോൾ ഒരു 5 മാർക്ക് ലെവലിൽ ഇതിൻ്റെ ആൻസർ എഴുതുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ദ തെറാപ്യൂട്ടിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് അപ്ലിക്കേഷൻ ഓഫ് എൻസൈംസ്. അപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് അപ്ലിക്കേഷൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അപ്ലിക്കേഷൻ മാത്രമായിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരു 2.5 മാർക്ക് എന്നുള്ള രീതിക്ക് എഴുതുക. അപ്പോൾ ഓരോന്നും ഒരു സൈഡെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ തെറാപ്യൂട്ടിക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻസൈംസിൻ്റെ അപ്ലിക്കേഷനാണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡിസീസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻസാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സ്ട്രെപ്റ്റോകൈനേസ്, യൂറോകൈനേസിനൊക്കെ ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഒരു തെറാപ്യൂട്ടിക് അപ്ലിക്കേഷൻസ് ആണ്. ദെൻ ഡയഗ്നോസ്റ്റിക് അപ്ലിക്കേഷൻസ്, ചില കണ്ടീഷനിൽ സെറത്തിൽ അല്ലെങ്കിൽ പ്ലാസ്മയിലുള്ള എൻസൈംസിൻ്റെ അളവ് കൂടും. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇന്നൊരു കണ്ടീഷൻ കാരണം അല്ലെങ്കിൽ ഇന്നൊരു ഡിസോർഡർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ALT അല്ലെങ്കിൽ STPT, അതായത് അലാനിൻ ട്രാൻസമിനേസ്. ഇത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, കൂടും. അതായത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, ജോണ്ടിസ്, ലിവർ സിറോസിസ്, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ALTൻ്റെ അളവ് സെറത്തിൽ കൂടുതലാവും. അപ്പോൾ ഇതൊക്കെ സെറത്തിലുള്ള എൻസൈംസിൻ്റെ അളവ് കൂടുന്നത് വഴി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. ഇനി ചില കണ്ടീഷനിൽ പ്ലാസ്മയിലുള്ള എൻസൈംസിൻ്റെ അളവ് കുറവാവും, അതും നമുക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ പ്ലാസ്മയിൽ അല്ലെങ്കിൽ സെറത്തിലല്ലാതെ അതർ ബോഡി ഫ്ലൂയിഡ്സിൽ അല്ലെങ്കിൽ ടിഷ്യൂസിലുള്ള ചില എൻസൈംസിൻ്റെ എസ്റ്റിമേഷനും ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡയഗ്നോസ്റ്റിക് അപ്ലിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് എന്താണ് ആ ഒരു ഇൻട്രോ കൊടുക്കുക, ഡെഫിനിഷൻ കാർബോഹൈഡ്രേറ്റ് എന്താണെന്നുള്ളൊരു ഇൻട്രോ കൊടുക്കുക. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക.
ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ ഓരോന്ന് എന്താണ് എക്സാമ്പിൾസും കൊടുക്കുക. ക്ലാസിഫിക്കേഷൻ്റെ കൂടെ എക്സാമ്പിൾസിൻ്റെ സ്ട്രക്ചേഴ്സ് കൂടെ വരയ്ക്കുക. ഇൻ കേസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾസിൻ്റെ നെയിം എങ്കിലും കൊടുക്കുക. ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ട് ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എഴുതുക. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ റോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. സോഴ്സ് ഓഫ് എനർജി ആണ്, മേജർ ഡയറ്ററി ഫ്യൂവൽ ആണ് കാർബോഹൈഡ്രേറ്റ്സ്. ദെൻ സ്റ്റോറേജ് ഓഫ് എനർജി, ഗ്ലൈക്കോജൻ ഇൻ ആനിമൽസ്, സ്റ്റാർച്ച് ഇൻ പ്ലാന്റ്സ്. സ്ട്രക്ചറൽ റോള്, കൈറ്റിൻ, സെല്ലുലോസ്, ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. പ്രിക്കേഴ്സർ ഫംഗ്ഷൻ, കാർബോഹൈഡ്രേറ്റ്സ് ലിപ്പിഡ്സിൻ്റെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ ന്യൂക്ലിയോടൈഡ്സ് ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഒക്കെ പ്രിക്കേഴ്സറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ റോൾ ഇൻ സെല്ലുലാർ ഫങ്ഷൻസ്. അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫങ്ഷൻസും എഴുതുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നറേറ്റ് കാറ്റബോളിസം ഓഫ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ്. കാറ്റബോളിസം ഓഫ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ ഓഫ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഇതൊരു പാത്വേ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ ചെയ്യുക. ഓവറാളായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം ഇൻട്രോ കൊടുക്കുക, ഇതെന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കാര്യങ്ങളും കൊടുക്കുക, എവിടെയാണ് നടക്കുന്നത്. ദെൻ എൻഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് യൂറിക് ആസിഡിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒരു പാത്വേ, ആ ഒരു ഡയഗ്രാം കൊടുക്കുക. ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. AMP ആകുമ്പോൾ അത് ഇനോസിനാവും, ഹൈപ്പോസാന്തിനാവും, സാന്തിനാവും, പിന്നെ യൂറിക് ആസിഡായിട്ട് മാറും അല്ലേ. GMP ആണെങ്കിൽ ഗ്വാനോസിനായി, ഗ്വാനിനായി, സാന്തിനായി, യൂറിക് ആസിഡ് ആവുന്നു. അപ്പോൾ AMP അഡിനോസിനായിട്ട്, ഈനോസിനായിട്ട്, ഹൈപ്പോസാന്തിൻ, സാന്തിൻ, യൂറിക് ആസിഡ്. അല്ലെങ്കിൽ AMP IMP ആയിട്ട് ഈനോസിനാവാം. ദെൻ GMP എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഗ്വാനോസിനായി, ഗ്വാനിനായി, സാന്തിനായി, യൂറിക് ആസിഡായിട്ട് ഡിഗ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ എൻഡ് പ്രൊഡക്റ്റ് യൂറിക് ആസിഡാണ് വരുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കൂടെ അതിൻ്റെ താഴെയായിട്ട് ഓരോ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അവിടെ ഏതൊക്കെ എൻസൈംസ് ആണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കുക. പിന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഹൈപ്പർ യൂറിസീമിയ, ഗൗട്ട്, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് 2 മാർക്കിലൊരു 3 ക്വസ്റ്റ്യൻസ് കൂടെ അനലൈസ് ചെയ്യാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആൻസർ ബ്രീഫ്ലി ആണ്. ഒരു ഹാഫ് സൈഡ് അല്ലെങ്കിൽ മുക്കാൽ സൈഡ് ആൻസർ ചെയ്താൽ മതിയായിരിക്കും. അത് കൂടുതൽ ഒരുപാട് 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ക്വസ്റ്റ്യന് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ തന്നെ നല്ലൊരു ആൻസർ ആണെങ്കിൽ അതിൽ 2 മാർക്ക് തന്നെ കിട്ടും. 10th ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 4 പോയിൻ്റെങ്കിലും എഴുതണം. കൊളസ്ട്രോൾ സെൽ മെംബ്രെയിൻ്റെ എസെൻഷ്യൽ സ്ട്രക്ചറൽ കോമ്പോണൻ്റ് ആണ്. അതുപോലെ സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ പ്രിക്കേഴ്സറാണ്, വിറ്റാമിൻ ഡിൻ്റെ പ്രിക്കേഴ്സറാണ്, ബൈൽ ആസിഡ്സിൻ്റെ പ്രിക്കേഴ്സറാണ്. അങ്ങനെ ഒരു 4 പോയിൻറ്റ്സെങ്കിലും കൊളസ്ട്രോളിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് എഴുതാം. 11th ക്വസ്റ്റ്യൻ, കീറ്റോലൈസിസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ കീറ്റോലൈസിസ് ഒരു 1 മാർക്കിന് ആൻസർ ചെയ്യുക, സിഗ്നിഫിക്കൻസ് 1 മാർക്കിന് ആൻസർ ചെയ്യുക. അപ്പോൾ കീറ്റോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീറ്റോൺ ബോഡീസിൻ്റെ മെറ്റാബോളിക് യൂട്ടിലൈസേഷനാണ് കീറ്റോലൈസിസ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. അപ്പോൾ കീറ്റോൺ ബോഡീസിനെ തിരിച്ച് അസിറ്റൈൽ കോയാക്കി കൺവേർട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് കീറ്റോലൈസിസിൽ നടക്കുന്നത്. ദെൻ ഇത് എവിടേക്കാണ് നടക്കുന്നത് അതുകൂടെ മെൻഷൻ ചെയ്യുക. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതുക. ഡയബറ്റീസ് മെലിറ്റസ്, സ്റ്റാർവേഷൻ, ഫാസ്റ്റിംഗ് കണ്ടീഷനിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഷോർട്ടേജ് ഉണ്ടാകുന്ന ടൈമിലൊക്കെ കീറ്റോലൈസിസ് നടന്നിട്ട് അസിറ്റൈൽ കോയ ഉണ്ടാക്കി അവിടെ എനർജി പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സായിട്ട് കീറ്റോലൈസിസ് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു 2 സിഗ്നിഫിക്കൻസ് എങ്കിലും കീറ്റോലൈസിസിൽ എഴുതുക. 12th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ട്രാൻസമിനേഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ ട്രാൻസമിനേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അമിനോ ആസിഡിൽ നിന്ന് അമിനോ ഗ്രൂപ്പിനെ കീറ്റോ ആസിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ട്രാൻസമിനേഷൻ. അപ്പോൾ അവിടെ ഒരു പെയർ ഓഫ് റിയാക്ഷനാണ് നടക്കുന്നത്. ഇൻ്റർ കൺവേർഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് കീറ്റോ ആസിഡ്സ്. കാറ്റലൈസ് ചെയ്യുന്നത് ട്രാൻസമിനേസ് ആണ്. അപ്പോൾ എൻസൈം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അതേപോലെ അതിൻ്റെ ജനറൽ റിയാക്ഷൻ കൊടുക്കുക. ഈ രീതിയിലും ജനറൽ റിയാക്ഷൻ കൊടുക്കാം. പിന്നെ ഒരു എക്സാമ്പിൾ എഴുതിയാലും മതിയാവും. വിത്ത് ആൻ എക്സാമ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കാം. 2 എക്സാമ്പിൾ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതിയാവും.